11 ലക്ഷം കോടി രൂപയുടെ വാല്യുവേഷൻ ഉള്ള ബിസിനസ്സാണ് ഇന്ത്യയിൽ ഡയറി ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. എക്സ്പോർട്ടിങ്, ഇമ്പോർട്ടിങ്, അതങ്ങനെ പല രീതിയിലുണ്ട്. കൂടുതലും ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന അത്രയും സ്ഥലങ്ങളിലാണ് പാലുമായി ബന്ധപ്പെട്ട്. നമ്മൾ വിചാരിക്കുന്ന പശുവിൻ്റെ പാലല്ല, എരുമപ്പാലാണ് കൂടുതൽ. അത് എക്സ്പോർട്ടിംഗ് ആണ് മറ്റൊരു മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു അതിശയമായ ഒരു കാര്യമാണ്. ബിൽഗേറ്റ്സിൻ്റെ ഉടമസ്ഥതയിൽ സേവർ എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. കാലിഫോർണിയയിൽ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അവർ വായുവിൽ നിന്ന് എന്ത് ചെയ്യും? ബട്ടർ ഉണ്ടാക്കും. എങ്ങനെയുണ്ട് കോൺസെപ്റ്റ്? അതായത് പശുവോ എരുമയോ ആടോ ഒന്നും ഇനി എന്തിനു വേണ്ട, പാലുണ്ടാക്കാനോ ബട്ടർ ഉണ്ടാക്കാനോ വേണ്ട എന്നുള്ളതാണ്. വായുവിലുള്ള ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഈ മോളിക്യൂൾസിനെ മിക്സ് ചെയ്തുകൊണ്ട് അവർ ഫാറ്റുമായി ബന്ധപ്പെട്ട് ഒരു മോളിക്യൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മോളിക്യൂൾസിനെ മീൻസ് വിഘടിപ്പിച്ചുകൊണ്ട് ബട്ടർ അവരുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ബിൽഗേറ്റ്സ് കഴിക്കുന്നത് പശുവിൽ നിന്നൊന്നുമില്ലാതെ നേച്ചറിൽ നിന്നുള്ള വായുവിൽ നിന്നുള്ള ബട്ടർ എന്നാണ് കോൺവെർസേഷൻ. വാട്ട് എവർ ഇറ്റ് ഈസ്. പറഞ്ഞു വരുന്നത് സ്റ്റാർട്ടപ്പുകളുടെ സാധ്യതകളും അതുപോലെ ഒരു കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ട് കണ്ടെത്തുന്ന നൂതന ടെക്നോളജികളെയും കുറിച്ചാണ്. ഇത് വളരുന്നത് മാത്രമല്ല തളരുന്നത് കണ്ടിട്ടുണ്ട്. ഈ അടുത്ത് വായിച്ചൊരു കാര്യമാണ്. നമ്മുടെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസിൽ കുറച്ച് ചെറുപ്പക്കാർ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു ഓൺലൈൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. 28 കോടി രൂപ ഫണ്ടിങ് ലഭിച്ച സ്റ്റാർട്ടപ്പായിരുന്നു അത്. 5 വർഷം തികയ്ക്കുന്നതിന് മുൻപേ തകർന്ന് താഴെ വീഴാണ്. നല്ലൊരു ടീം ഇല്ലാത്തത് കൊണ്ട്. ഒരു സ്റ്റാർട്ടപ്പിന് ഏറ്റവും നട്ടെല്ലെന്ന് പറയുന്നത് നല്ലൊരു ടീമാണ്. ആ ടീമില്ലെങ്കിൽ ആ പരിപാടി അവിടെ അവസാനിപ്പിച്ചു. ഒരു ഇൻവെസ്റ്റർ പിച്ചിന് ചെല്ലുന്ന സമയത്ത് ഇൻവെസ്റ്റർ ആദ്യം അന്വേഷിക്കുന്നത് അബൌട്ട് യുവർ ടീം, അബൌട്ട് യുവർ കോൺസെപ്റ്റ്, അബൌട്ട് യുവർ പ്രോജക്റ്റ്. ആ ടീം എത്രത്തോളം ശക്തമാണോ അത്രത്തോളം വിശ്വാസമാണ് ആ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച്. അങ്ങനെ 70% ഈ ക്യാപിറ്റല് തിരിച്ചു കൊടുക്കുകയാണ് ഇൻവെസ്റ്റേഴ്സിന്. അപ്പോൾ 90% സ്റ്റാർട്ടപ്പുകളും ഫെയിലിയറാണ്. 10% മുന്നോട്ട് പോകുന്നുള്ളൂ, നല്ല ടീം ഇല്ലാത്തത് കൊണ്ട്.